എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് 103-ാമത്തെ വീഡിയോ ആണ്. ഇതിൽ നമ്മൾ ഇന്നലെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട ചാപ്റ്ററിൻ്റെ 11-ാമത്തെ ചാപ്റ്ററിൻ്റെ തുടർച്ചയായിട്ടാണ് നമ്മൾ കുറച്ചും കൂടെ കാര്യങ്ങൾ നോക്കാനുള്ളത്. അതായത് സ്വാമി മുക്താനന്ദയുടെ കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ എന്തൊക്കെയാണ് അന്ന് സംഭവിച്ചത്, ഇപ്പം വൈകുന്നേരം വരെ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ കണ്ടു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അതിന് പിന്നെ എന്താ വെച്ചാൽ ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ അന്ന് രാത്രി ഒരുപാട് പേടിപ്പിക്കുന്ന പോലുള്ള സംഭവങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായി. അപ്പോൾ അത് വിവരിക്കണമെങ്കിൽ കുറച്ച് സമയമെടുക്കും. അതുമാത്രമല്ല, സ്വാമി മുക്താനന്ദ പറഞ്ഞതൊക്കെ അങ്ങനെ ശകലം പോലും വള്ളി പുള്ളി തെറ്റാതെയാണ് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസിനെ ഇതിനകത്ത് വിവരിച്ചിരിക്കുന്നത്. അപ്പം പൊതുവേ നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ 1-2 പ്രാവശ്യം വായിച്ചിട്ട് അതിനെ ചുരുക്കി എൻ്റെ നോട്ട്ബുക്കിൽ എഴുതിയെടുത്താണ് ഞാൻ സംസാരിക്കുന്നത്. പക്ഷേ ഇത് വന്നപ്പം ഞാൻ ബുക്ക് തന്നെ കൊണ്ടുവന്നു. എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഓരോ സെൻറ്റൻസുമാണ് ഞാൻ അണ്ടർലൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം ഇത് പകർത്തിയെടുത്ത ബുക്കിനെ കോപ്പി ചെയ്യുന്നതിൻ്റെ തുല്യമാണ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ബുക്കിൽ നിന്ന് തന്നെ ഡയറക്റ്റായിട്ട് പറയാം. എന്താ വെച്ചാൽ അത്രയ്ക്ക് വളരെ ക്ലിയറായിട്ടാണ് അദ്ദേഹം ഓരോ കാര്യവും വിവരിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മളത് മിസ് ചെയ്താൽ അതിൻ്റെ സീരിയസ്നെസ് പോകും. ഓക്കെ, ഇപ്പം രാത്രി എന്തോ സംഭവിച്ചു എന്നുള്ളതാണ്. അതായത് അദ്ദേഹത്തിൻ്റെ കൂടെ കിടക്കാൻ വരുന്ന റാവു സാറിനെ പറഞ്ഞു വിട്ടു, ഞാൻ ഇന്ന് രാത്രി മരിക്കും, അല്ലെങ്കിൽ ഇന്ന് രാത്രി തന്നെ ഞാൻ ഭ്രാന്തനാകും, അതുകൊണ്ട് നീ പൊയ്ക്കോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയും പറഞ്ഞു വിട്ടു. അപ്പം രാത്രി 9 മണി അത് തൊട്ടുള്ള ഡിസ്ക്രിപ്ഷനാണ് ഇപ്പം വരുന്നത്. വേറൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. അതായത് ഇദ്ദേഹം ഇങ്ങനെ ഇരുന്നു കിടന്നു ഒന്നും ചെയ്യാൻ വയ്യാതെയൊക്കെ ഒരു വല്ലാത്ത ഒരവസ്ഥയിലായിരുന്നല്ലോ. അപ്പം ഒരു പ്രാവശ്യം ഇദ്ദേഹം വെളിയിൽ വന്ന് നോക്കി, ഈ 2 മാവിൻ്റെയും നടുക്ക് നോക്കിയപ്പം അദ്ദേഹത്തിന് ഗുരുദേവിൻ്റെ മുഖം കണ്ടു. ഗുരുദേവ് അവിടെ നിൽക്കുന്ന പോലെ കണ്ടു. പക്ഷേ ഉടൻ തന്നെ ഗുരുദേവ് അങ്ങ് മറഞ്ഞു. അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്. ഒടുക്കമാണ് അദ്ദേഹം അത് എഴുതിയിരിക്കുന്നത്. ഇതേണ്ട ലാസ്റ്റായിട്ടാണ്, ആസ് ഐ ലുക്ക്ഡ് ഇൻ ദെയർ ഡിറക്ഷൻ, അതായത് ആ 2 മാവിൻ്റെയും നടുക്ക് ആ സ്ഥലത്തോട്ട് നോക്കിയപ്പം ഐ സാ ഗുരുദേവ് സിറ്റിംഗ് ബിറ്റ്വീൻ ദ മാംഗോ ട്രീസ്. 2 മാവിൻ്റെയും നടുക്ക് ഗുരുദേവ് ഇരിക്കുന്ന പോലെ കണ്ടു. ഹിസ് ഫേസ് ടേൺഡ് ടുവേർഡ്സ് മീ. അദ്ദേഹം മുക്താനന്ദയെ നോക്കുന്ന പോലെ ആ ഡയറക്ഷനിൽ തിരിഞ്ഞിരിക്കും. ഒരു നിമിഷം ഗുരുദേവ് അവിടെ ഇരിക്കുന്ന പോലെ ഇദ്ദേഹം കണ്ടു. ഓക്കെ, അതിന് പിന്നെ ഉള്ള കാര്യങ്ങളാണ്. അപ്പം ഇപ്പോൾ അതിനിടയ്ക്ക് 9 മണിയായി. 9 മണിയായപ്പം അദ്ദേഹത്തിൻ്റെ ഫീലിങ്സ് എന്ന് പറയുന്നത്, ആരോ ഇദ്ദേഹത്തിൻ്റെ കണ്ണിനകത്ത് വന്ന് ഇരുന്ന് ഇദ്ദേഹത്തിനെ ഇത് നോക്ക് അത് നോക്ക് എന്ന് ഡയറക്ഷൻ കൊടുക്കുന്ന പോലാണ് ഫീൽ ചെയ്യുന്നത്. അതായത് മുക്താനന്ദ ഒന്നും ചെയ്യുന്നില്ല, എന്നെ ആരോ ചെയ്യിപ്പിക്കുന്നു എന്നുള്ള നല്ല ബോധ്യം ഉണ്ടായി അദ്ദേഹത്തിന്. പിന്നെയും മാംഗോ ട്രീയിൽ പോയി ഇങ്ങനെ മാംഗോ ട്രീയുടെ അടുത്ത് നോക്കിയപ്പം അവിടെ ഗുരുദേവിനെ കാണാൻ പറ്റി. പിന്നെ പെട്ടെന്ന് ഗുരുദേവിൻ്റെ രൂപം മറഞ്ഞു. അപ്പം ഇങ്ങനെ എന്നെ ആരോ ഒരു സൂപ്പർ പവർ എന്നെ കൺട്രോൾ ചെയ്യുന്നു, ഞാനല്ല നിൽക്കുന്നത്, ഞാനല്ല നടക്കുന്നത്, ഞാനല്ല എൻ്റെ കണ്ണുകൊണ്ട് നോക്കുന്നത്, എൻ്റെ കണ്ണിനകത്ത് വേറെ ആരോ ഉണ്ട് എന്ന്. അത് വേറെ ആരുമല്ല, അദ്ദേഹത്തിൻ്റെ ഗുരുദേവ് തന്നെയാണ്. അപ്പം ഐ നോ ലോങ്ങർ ഹാഡ് എ വിൽ ഓഫ് മൈ ഓൺ. അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. വിൽ ഓഫ് മൈ ഓൺ എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ചിന്തിച്ച് ചെയ്യാനുള്ള ഒരു ശക്തിയും അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. എല്ലാം അങ്ങ് വിട്ടുകൊടുത്തു എന്നുള്ള രീതിയിലാണ് പോകുന്നത്. അതുമാത്രമല്ല, ഭ്രാന്തൻ്റെ ഒരു രീതി, മാഡ്നെസ് ഉണ്ടല്ലോ, ഭ്രാന്ത് പിടിച്ച ഒരു സ്റ്റേറ്റ്, അത് കൂടിക്കൂടി വരുവാന്ന് വെച്ചാൽ അദ്ദേഹത്തിന് യാതൊരു കൺട്രോളും ഇല്ല. അദ്ദേഹത്തിൻ്റെ മനസ്സിനെയോ അദ്ദേഹത്തിൻ്റെ ദേഹത്തിനെയോ നിയന്ത്രിക്കാനുള്ള യാതൊരു ശേഷിയും ഇല്ലാതെ പോയി. അങ്ങനെയാണ് അദ്ദേഹം നിൽക്കുന്നത്. പിന്നെ ബുദ്ധിയില്ലാന്ന് വെച്ചാൽ ബുദ്ധിയും വർക്കാവുന്നില്ല.
ഈ മാവിൻ്റെ ചുറ്റിലും 3 പ്രാവശ്യം ഇങ്ങനെ നടന്നു വന്നിട്ട് ഗുരുദേവനെ വിചാരിച്ച് തൊഴുതിട്ട് അകത്ത് പോയി. അദ്ദേഹത്തിൻ്റെ കുടിലിനകത്ത് പോയി. അകത്ത് പോയപ്പോഴത്തേക്ക് ജസ്റ്റ് ഒന്ന് തിരിഞ്ഞ് നോക്കിയപ്പം അതിനെ ചുറ്റിലും ഈ ഷുഗർ കെയിൻ ഫീൽഡ്, ഷുഗർ കെയിൻ എന്ന് വെച്ചാൽ കരിമ്പ് വളരുന്ന പാടം, ആ കരിമ്പ് പാടം മൊത്തം തീ പിടിച്ച് ഈ ആളിക്കത്തുന്നത് ഇദ്ദേഹത്തിൻ്റെ കുടിലിരുന്ന് കാണാൻ പറ്റുന്നു. അങ്ങനെ ഭയങ്കര കാറ്റും തീയുമായിട്ട് അങ്ങനെ നല്ല ഒരു രീതിയിൽ ആളിക്കത്തുന്നത് ഇദ്ദേഹത്തിന് കാണാൻ പറ്റുന്നു. അപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന് പേടി, ഓരോ സെക്കൻഡും പേടി കൂടി വരിക. പിന്നെ ആൾക്കാർ ഒച്ച വെച്ച് ശബ്ദമിട്ട് വിളിച്ച് കൂവുന്ന പോലെയൊക്കെ ഇദ്ദേഹത്തിന് കേൾക്കുന്നു. അതായത് കരിമ്പ് പാടം തീ പിടിച്ചെരിയുന്നു. അപ്പം ആൾക്കാരെന്ത് ചെയ്യും? അപ്പം അവിടെയുള്ള ആൾക്കാരെല്ലാം ഒച്ചത്തിൽ കിടന്ന് കൂവി വിളിക്കുന്ന ശബ്ദം ഇദ്ദേഹത്തിന് കേൾക്കുന്നു. അതായത് ലോകമേ തീർന്നു എന്നുള്ള മട്ടിൽ ആൾക്കാർ കൂവി വിളിക്കുന്ന പോലെ ഇദ്ദേഹത്തിന് ശബ്ദം കേൾക്കുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ കുടിലിനെ ഉള്ള ഒരു ചെറിയ ഒരു ജനാല് പോലെയുള്ള സ്ഥലത്തു നിന്ന് പിന്നെയും നോക്കുന്നു. അപ്പം നോക്കുമ്പം അദ്ദേഹത്തിന് കണ്ടത് സ്ട്രേഞ്ച് ക്രീച്ചേഴ്സ് എന്നാണ് പറയുന്നത്. സ്ട്രേഞ്ച് ക്രീച്ചേഴ്സ് എന്ന് വെച്ചാൽ ജന്തുക്കൾ, അതായത് പ്രാണികൾ, ഇതുവരെ കണ്ടിരിക്കാത്ത അളവിന് വലിയ പ്രാണികൾ പോലെ കാണുന്നു. അതെന്തുവാ? 6 തൊട്ട് 50 അടി ഉയരം, 6 തൊട്ട് 50 അടി ഉയരമുള്ള സ്ട്രേഞ്ച് ക്രീച്ചേഴ്സ്, പലതരപ്പെട്ട പ്രാണികൾ എന്ന് അദ്ദേഹം കാണുന്നു. കണ്ടാൽ പക്ഷേ അത് പേയ്, പിശാശ് എന്നൊക്കെ പറയുമല്ലോ, ഭൂതം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അങ്ങനത്തെ വകയിലൊന്നും അല്ല. അത് എന്തുവാണോ? മനുഷ്യൻ്റെ രൂപമാണ്. മനുഷ്യനാണ്, മനുഷ്യൻ്റെ രൂപമാണ്. 6 അടി തൊട്ട് 50 അടി ഉയരമുള്ള മനുഷ്യരൂപം കളിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നു വെച്ചാൽ ദേഹത്ത് തുണിയൊന്നുമില്ലാതെ നേക്കഡായിട്ട് വായൊക്കെ നല്ല തുറന്ന് വെച്ച് ഈ ക്രീച്ചേഴ്സ് എന്ന് പറയുന്ന ഈ രൂപങ്ങൾ അവിടെ കിടന്ന് ഡാൻസ് കളിക്കുക. പക്ഷേ മനുഷ്യത്തിൻ്റെ രൂപത്തിലാണ് അവരിയ്ക്കുന്നത്. ഹൈറ്റാണ് എത്രയും ഉള്ളത്. പിന്നെ അവരുടെ ശബ്ദമൊക്കെ കേൾക്കാൻ സഹിക്കാൻ വയ്യ. കാതിൽ വീഴുമ്പം തന്നെ നമുക്ക് ഭയങ്കര ഒരു പേടിയും എല്ലാം കൊണ്ടുവരുന്ന രീതിയിലുള്ള ശബ്ദം, അമാനുഷമായി എന്ന് പറയത്തില്ലേ, മനുഷ്യൻ്റെ അല്ല, അമാനുഷമായിട്ടുള്ള ശബ്ദവും ചിരിയും കളിയും അതൊക്കെ കേൾക്കുന്നു. അപ്പം ഇദ്ദേഹം നല്ല ബോധത്തോടെയാണ് ഇതൊക്കെ നോക്കുന്നത്. അതേ സമയത്ത് വെളി നടക്കുന്നതും ബോധത്തോടെ നോക്കുന്നു, ശ്രദ്ധിക്കുന്നു. അദ്ദേഹം ശ്രദ്ധിക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പം ഉടൻ തന്നെ അദ്ദേഹത്തിന് മരണത്തിനെക്കുറിച്ചുള്ള ഓർമ്മ വന്നു. മരണത്തിനെക്കുറിച്ചുള്ള ഓർമ്മ തിരിച്ചും വന്നു. ഉടനെ ഇദ്ദേഹം എന്താ ചെയ്യുന്നോ, താഴെ അങ്ങ് ഇരുന്ന് ഒരു പത്മാസനത്തിൽ ഇരുന്നപ്പം അദ്ദേഹത്തിനെ ചുറ്റി തീജ്വാല ഇങ്ങനെ കത്തുന്നു. അദ്ദേഹം പത്മാസനത്തിലിരിക്കുവാണ്. അദ്ദേഹത്തിനെ ചുറ്റിയും ഫ്ലെയിംസിൻ്റെ തീ ഭയങ്കര വലിയ ജ്വാലകളായിട്ട് വെളി വരുന്നു. അദ്ദേഹത്തിന് ഇത് കാണുമ്പം ഈ ലോകം മൊത്തം, അതായത് ഈ പ്രപഞ്ചം മൊത്തം കത്തുന്ന പോലെ തോന്നുന്നു. പ്രപഞ്ചം മൊത്തം കത്തിത്തീരുക. അത്രയ്ക്ക് ചൂടും ആ ഫ്ലെയിമും തീയുടെ ജ്വാലയും എല്ലാം അദ്ദേഹം കാണുന്നു. അദ്ദേഹത്തിനെ ചുറ്റി എ ബേണിംഗ് ഓഷൻ ഹാഡ് ബേസ്റ്റ് ഓപ്പൺ ആൻഡ് swallowed up the whole earth. അതായത് ഒരു ബേണിംഗ് ഓഷൻ, അതായത് കടൽ വെച്ചാൽ സീ അല്ല, സീയെക്കാട്ടിലും വലിയ കടൽ, ഓഷൻ. ആ വലിയ ഒരു ഓഷൻ വെടിച്ച് ചെതറി ഈ ഭൂമിയെ അങ്ങ് വിഴുങ്ങുന്ന പോലൊക്കെ അദ്ദേഹത്തിന് തോന്നുന്നു.
പിന്നെ ഒരു ഗോസ്റ്റ്, ഭൂതം, പേയ്, പിശാച് ഇതെല്ലാം ഇദ്ദേഹത്തിനെ ചുറ്റി നിൽക്കുന്നു ഇപ്പോൾ. അങ്ങനെ ഓരോ സീൻ മാറിക്കൊണ്ടിരിക്കുക. പക്ഷേ ഒന്നും നമുക്ക് കണ്ട് രസിക്കാൻ പറ്റാത്ത സീനുകളാണ്. അദ്ദേഹത്തിനെ കൊണ്ട് ഒന്നും മനസ്സ് ലയിക്കാൻ പറ്റാത്ത അത്രയും ഒരുമാതിരി നെഗറ്റീവായിട്ടുള്ള സീനുകളാണ്. കത്തുന്നു, തീ വരുന്നു, ആളുകൾ വരുന്നു, ശബ്ദമിടുന്നു, അമാനുഷ്യമായിട്ടുള്ള രീതിയിൽ അവരൊക്കെ ഡാൻസ് കളിക്കുന്നു. ഇതൊക്കെയാണ് അദ്ദേഹത്തിന് കാണുന്നത്. അപ്പം എന്തോ തന്നെ മെഡിറ്റേഷനൊക്കെ ചെയ്തിരുന്നാലും ഇങ്ങനെയൊക്കെ കാണുമ്പം ആർക്കും ഒരു പേടി തോന്നും, ഭയം മനസ്സിലുണ്ടാകുന്നു. അപ്പം ഇദ്ദേഹം ആ ലോട്ടസ് പോസ്ചറിൽ, അതായത് പദ്മാസനത്തിൽ നല്ല ടൈറ്റായിട്ടിരിക്കുക. അപ്പോഴത്തേക്ക് കണ്ണടച്ചിരിക്കുന്നു, ഈ താട ഇങ്ങനെ പ്രസ് ചെയ്തിരിക്കുന്നു. പ്രസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ പേരാണ്, അതൊരു ബന്ധമാണ്, ജലേന്ദ്ര ബന്ധം എന്ന് പറയും. 3 ബന്ധമാണ്. ബന്ധമെന്ന് വെച്ചാൽ ഒരു ബന്ധം, നമ്മൾ ലോഹബന്ധങ്ങൾ എന്ന് പറയുന്നില്ല, ഏകദേശം അതേ അർത്ഥമാണ് ബന്ധ എന്ന് പറയുന്നത്. അത് സാൻസ്ക്രിറ്റ് വാക്കാണ്. അതായത് മൂലബന്ധം, ഉഡ്യാനബന്ധം, ജലേന്ദ്രബന്ധം, അങ്ങനെ 3 ബന്ധം ഇടും നമ്മൾ. പ്രാണായാമമൊക്കെ ചെയ്യുമ്പം അതൊരു സാധനയാണ്, ഒരു പ്രാക്ടീസിൽ വരുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിന് അറിയാണ്ട് തന്നെ ചിന്നിങ്ങനെ പോയി ജലേന്ദ്രബന്ധത്തിൽ ലോക്കായിപ്പോയി. ഇങ്ങനെ ആകുമ്പം നമുക്ക് ശ്വസിക്കാൻ ഒക്കത്തില്ല. അപ്പം ഈ പ്രാണായാമത്തിൽ കുംഭകം ചെയ്യുമ്പോഴാണ് നമ്മൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നത്. അതൊക്കെ അദ്ദേഹത്തിന് തന്നെ അങ്ങ് വീഴുന്നു പോന്നു, ആ ലോക്ക് വീഴുന്നു. അപ്പം ഇങ്ങനെ ലോക്ക് ഇടുന്നതിൻ്റെ അർത്ഥം വെളിയിൽ നിന്ന് കാറ്റ് അകത്ത് പോകരുത്, അകത്തുള്ള കാറ്റ് വെളിയിൽ പോകരുത്, അതിനെ പിടിച്ചു നിർത്തുന്നതാണ് ഈ ജലേന്ദ്രബന്ധം. അങ്ങനെ ഒരു ലോക്കായിപ്പോയി. അപ്പോഴത്തേക്ക് ദേഹമൊക്കെ വേദന. അദ്ദേഹത്തിൻ്റെ മൂലാധാരത്തിൽ, അതായത് മൂലാധാര ചക്ര ഉള്ള സ്ഥലത്ത് ഭയങ്കര വേദന. നരമ്പിൽ കൂടൊക്കെ, നരമ്പ് എന്ന് പറയുന്നത് ഇവിടെ നാഡികളാണ്, ആ നാഡികളിലോടൊക്കെ ഭയങ്കരമായിട്ടൊരു വേദന, മൂലാധാരത്തിൽ നിന്ന് വരുന്ന ആ നാഡികളിലൊക്കെ വല്ലാത്ത ഒരു വേദന അനുഭവപ്പെടുന്നു. തിരിച്ചും കണ്ണ് തുറന്നു. കണ്ണ് തുറക്കുമ്പം അങ്ങേർക്ക് എന്തുവാണോ, ഇവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് ഓടിയാൽ മതി എന്നുള്ള ഒരു തോന്നൽ. എന്നുവെച്ചാൽ ചുറ്റിയിലും കാണുന്നതും കേൾക്കുന്നതും അങ്ങനത്തെ അമാനുഷ്യമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് ഓടിക്കളഞ്ഞാലോ ഒന്ന് തോന്നുന്നു. പക്ഷേ അദ്ദേഹത്തിന് ഓടാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ ഈ പദ്മാസനത്തിൽ ഇരുന്നില്ലയോ, ആ 2 കാലും ലോക്കായ പോലെ, ആരോ പിടിച്ച് കെട്ടിവെച്ച പോലെ അവിടെ അങ്ങനെ ടൈറ്റായിട്ടിരിക്കുന്നു. കാലനക്കാൻ പറ്റുന്നില്ല. അനക്കാലില്ലേ അവിടുന്ന് എണ്ണിക്കാൻ ഒക്കത്തുള്ളൂ. അങ്ങനത്തെ ഒരു അവസ്ഥ. അതുപോലെ കാല് 2ഉം ഈ ആണിയിട്ട് തറച്ച് വെച്ചാൽ എങ്ങനെ ഇരിക്കും, അത്രയ്ക്ക് തറച്ച് വെച്ച പോലെ ടൈറ്റായിട്ടിരിക്കുന്നു ആസനത്തിൽ ഇരുന്നപ്പോൾ. കൈ 2ഉം അനക്കാൻ വയ്യ. അറ്റ്ലീസ്റ്റ് കൈ അനങ്ങിയാലെങ്കിലും കാലിനെ കുറച്ചൊക്കെ പിടിച്ച് മാറ്റി വയ്ക്കാം. കൈ 2ഉം അനങ്ങുന്നില്ല. അദ്ദേഹത്തിന് ബോധമുണ്ട്, എല്ലാം നടക്കുന്നത്, ചുറ്റിയിലും നടക്കുന്നത് മനസ്സിലാകുന്നു, തൻ്റെ ദേഹത്ത് നടക്കുന്നത് മനസ്സിലാകുന്നു, മനസ്സിൽ നടക്കുന്നതും അദ്ദേഹം വിചാരിക്കുന്നതും എല്ലാം തന്നെ അദ്ദേഹത്തിന് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഹെൽപ്ലെസ് എന്നുവെച്ചാൽ നിസ്സഹായിയായിട്ടിരിക്കുക. ആരും സഹായിക്കാനില്ല. അദ്ദേഹത്തിന് സ്വയം സഹായിച്ച് അവിടുന്ന് രക്ഷപ്പെടാൻ പോലും പറ്റുന്നില്ല. അങ്ങനത്തെ ഒരവസ്ഥ. കണ്ണടയ്ക്കാൻ നോക്കിയാൽ ഉടനെ കണ്ണ് തുറക്കുന്നു. ഒന്നിലും അദ്ദേഹത്തിന് ഒരു കൺട്രോളില്ല. അദ്ദേഹത്തിൻ്റെ കയ്യോ കാലോ കണ്ണോ ദേഹമോ മനസ്സോ ഒന്നും അദ്ദേഹത്തിൻ്റെ കൺട്രോളിലല്ല. ഓൺലി തിങ് ഈസ് ഇതൊക്കെ സംഭവിക്കുന്നു എന്ന് മനസ്സിൽ പതിയുന്നുണ്ട്, രജിസ്റ്റർ ആവുന്നുണ്ട്. അപ്പം പിന്നെ അടുത്തത്, ഭൂമി മൊത്തം വെള്ളത്തിൽ മുങ്ങിയ പോലെ ഒരു തോന്നൽ, ഭൂമി നശിച്ചു പോയ പോലെ ഒരു തോന്നൽ. പക്ഷേ ഇദ്ദേഹം മാത്രം രക്ഷപ്പെട്ടിരിക്കുന്ന പോലെ ഒരു കാഴ്ച. പിന്നെ അദ്ദേഹത്തിൻ്റെ കുടിലും മാത്രം രക്ഷപ്പെട്ടു, ബാക്കി ഹോൾ വേൾഡുമേ നശിച്ചു പോയി. പിന്നെ വെള്ളം, പിന്നെ
ഇതണ്ട. ദെൻ ഫ്രം ഓവർ ദ വാട്ടർ ഒരു 4 അടി ഡയമീറ്ററുള്ള ചന്ദ്രനെ പോലെ, മൂൺ ലൈക്ക് സ്ഫിയർ, ചന്ദ്രനെ പോലെ ഉള്ള ഉരുണ്ട ഒരു സാധനം വെള്ളത്തിലിങ്ങനെ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നിന്നു. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വന്ന് നിന്നു. ഈ വെള്ള ബോൾ, അതായത് അതാണ് ചന്ദ്രനെ കമ്പയർ ചെയ്യുന്നത്, ചന്ദ്രൻ്റെ കൂട്ട്. പക്ഷേ 4 മീറ്റർ ഡയമീറ്ററുള്ള വലിയ ഒരു ബോളാണ്. അത് വെള്ളത്തിലിങ്ങനെ മിതന്ന് വന്ന് ഇദ്ദേഹത്തിൻ്റെ മുമ്പിൽ നിന്നു. ആ അതിൽ നിന്ന് വരുന്ന വെള്ള രശ്മികളുണ്ടല്ലോ, അത് ഇദ്ദേഹത്തിൻ്റെ കണ്ണിനെ വന്ന് അടിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ദേഹത്തിനകത്തോട്ട് പോന്നു, കണ്ണുവഴി ദേഹത്തിനകത്തോട്ട് പോന്നു. ഇപ്പം ഇദ്ദേഹം പറയുക, ഐ ആം റൈറ്റിംഗ് ദിസ് ജസ്റ്റ് ആസ് ഐ സോ ഇറ്റ്. അതായത് ഞാൻ എന്തൊക്കെ കണ്ടോ അതിനെ അങ്ങനെ എഴുതുവാന്നാണ് പറയുന്നത്. അതിൽ കൂട്ടാനും കുറയ്ക്കാനും മസാലയൊന്നും ചേർക്കാനൊന്നുമില്ല. ഞാൻ എന്ത് കണ്ടു, എന്ത് അനുഭവിച്ചോ അത് തന്നെയാണ് ഞാനിവിടെ എഴുതുന്നേ എന്നാണ് പറയുന്നത്. ഇനി വളരെ സ്വാരസ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നു. അതുകൊണ്ടാണ് ഇതിനെ തന്നെ അടുത്ത വീഡിയോയിൽ ഇടാമെന്ന് തന്നെ ഞാൻ പറഞ്ഞത്. ഇത് തുടങ്ങിയാൽ പിന്നെ നടുക്ക് നിർത്താനൊക്കത്തില്ല. അപ്പം ഇനി കേട്ടോണേ. അപ്പം അദ്ദേഹം പറയുന്നത്, ഇത് ഞാൻ കള്ളക്കഥ ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ ഞാനായിട്ട് സ്വപ്നം കണ്ട് എഴുതുമെന്നോ ഒന്നും വിചാരിക്കേണ്ട. ഇത് എൻ്റെ ജീവിതത്തിൽ റിയൽ ലൈഫിൽ നടന്ന സംഭവങ്ങളാണ് ഞാൻ പറയുന്നത് എന്ന് പറയുന്നു. പിന്നെ ബട്ട് എ സീൻ ദറ്റ് ആക്ച്വലി ഹാപ്പൻഡ്, ശരിക്കും സത്യത്തിൽ നടന്നതാണ് ഞാൻ എഴുതുന്നത് എന്ന് പറയുന്നു. അപ്പം ഈ ചന്ദ്രൻ്റെ കൂട്ടമുള്ള ഈ ഉരുണ്ടയുണ്ടല്ലോ, ഉരുണ്ട പിന്നെ ആകാശത്തുനിന്ന് വരുന്നു. ആകാശത്തുനിന്ന് വന്ന് അദ്ദേഹത്തിനകത്ത് കയറുന്നു. പിന്നെ 1 സെക്കൻഡിനകം അദ്ദേഹത്തിൻ്റെ നാഡികൾ അത്രയും ബ്രൈറ്റ് ലൈറ്റ്, നല്ല പ്രകാശമുള്ള രശ്മികൾ, ആ വെള്ള ബോൾ വീണില്ലയോ ദേഹത്തിനകത്ത് പോയില്ലേ, അതിൽ നിന്ന് 72,000 നാഡികളിലും ആ ബ്രൈറ്റ് ലൈറ്റ് പരവുന്നത് അദ്ദേഹത്തിന് മനസ്സിലാവുന്നു. അങ്ങനെ പിന്നെ അദ്ദേഹത്തിൻ്റെ നാക്ക് തന്നെത്താനെ മടങ്ങി ഇവിടെ പോയി അകത്ത് മേലന്നത്തിൽ തൊടുന്നു. ആക്ച്വലി പറയാൻ പോയാൽ അതൊരു മുദ്രയാണ്. അതിൻ്റെ പേര് കേസരി മുദ്ര എന്നാണ് പറയുന്നത്. അത് വാസയോഗം ചെയ്യുന്നവർക്ക് ചെയ്യേണ്ട ഒരു സംഗതിയാണ്. ഞാൻ വാസയോഗം നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ട്. അത് ഒരു ഗുരുവിൻ്റെ അടുത്ത് നിന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പം ഇടയ്ക്കിടയ്ക്ക് ചെയ്യും, പക്ഷേ അതിലത്ര കീനല്ല ഞാൻ. പക്ഷേ അതും കൂടെ തുടങ്ങണം, വളരെ സീരിയസ് ആയിട്ട് എടുക്കണം. അതൊക്കെയാണ് എല്ലാ സാധനകളിലും മികച്ച, അതായത് ഏറ്റവും നല്ല സാധനം എന്ന് പറയുന്നതൊക്കെ ആ വാസയോഗമാണ്. പക്ഷേ അത് നല്ല ഒരു ഗുരുവിൻ്റെ അടുത്തുനിന്ന് പഠിക്കണം നിങ്ങൾ. അപ്പം നാക്ക് തന്നെത്താനെ ചുരുണ്ട് മേൽ അന്നത്തിൽ പോയി തൊടുന്നു. പിന്നെ കണ്ണുകൾ തന്നെത്താനെ അടയുന്നു. കണ്ണുകൾ അടഞ്ഞ ഉടനെ ഈ അദ്ദേഹത്തിൻ്റെ നെറ്റിയിൽ നിന്ന് ഭയങ്കര വെളിച്ചമുള്ള ലൈറ്റ് ഇങ്ങനെ വെളി വരുന്നു. അത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് പേടിയാവുന്നു. അതേ സമയത്ത് അവിടുന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. എന്ന് വെച്ചാൽ കാല് രണ്ടും ലോക്കായി കിടക്കുക. ഈ പത്മാസനത്തിൽ ഇരുന്ന മനുഷ്യൻ്റെ കാല് രണ്ടും ലോക്കായി കിടക്കുക. പിന്നെ ഈ തല അങ്ങനെ കുനിഞ്ഞ്, ഇത് കേട്ടോണേ, ദ ഹെഡ് വാസ് ഫോഴ്സ്ഡ് ഡൗൺ ആൻഡ് ഗ്ലൂഡ് ടു ദ ഗ്രൗണ്ട്. ഗ്ലൂ എന്ന് വെച്ചാൽ പശ. അപ്പം ഗ്ലൂഡ് ടു ദ ഗ്രൗണ്ട് എന്ന് വെച്ചാൽ തല കുനിഞ്ഞ്, തല പശ കൊണ്ട് തറയിൽ ഒട്ടിച്ച് വെച്ച പോലെ അങ്ങനെ കുനിഞ്ഞ് കിടക്കുന്നു. ഇതാണ് അദ്ദേഹം നേരത്തെ പറഞ്ഞ മെഡിറ്റേഷനിൽ പല മുദ്രകളും പല ആസനങ്ങളും നമ്മുടെ ദേഹത്തിൽ സംഭവിക്കും. ഒരിടത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം ഇതിനകത്ത് പറഞ്ഞതാണ്. നമ്മളെ അറിയാണ്ടേ ഇപ്പം ചിന്മുദ്ര ഇതെല്ലാവർക്കും അറിയാം. പല മുദ്രകളുണ്ട്. അപ്പം ഈ ചിന്മുദ്ര, ഈ ജലേന്ദ്രബന്ധം, മൂലബന്ധം,
ഇങ്ങനെ അതേമാതിരി എന്തോ കേസരി മുദ്ര, ഇതൊക്കെ തന്നെത്താനെ നടക്കുന്നു ഇദ്ദേഹത്തിൻ്റെ ദേഹത്ത്. അങ്ങനെ പിന്നെ കണ്ണ് തുറന്നു, കണ്ണടയ്ക്കുന്നു, വേറെ ഒരു കാഴ്ച കാണുന്നു, കണ്ണ് തുറന്നാൽ വേറെ കാഴ്ച, അടച്ചാൽ വേറെ കാഴ്ച, അങ്ങനെ. പിന്നെ കണ്ണ് തുറന്നപ്പം ഒരു ചുമന്ന ലൈറ്റ്, നല്ല ഇങ്ങനെ ആടി 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 ചുമന്ന ലൈറ്റ് അദ്ദേഹത്തിനെ ചുറ്റിയിലും പരവുന്ന പോലെ, അദ്ദേഹത്തിനെ ചുറ്റി ഇരിക്കുന്ന പോലെ അതിങ്ങനെ ആടി 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 നിൽക്കുന്നു. അതിൽ നിന്ന് ഈ സ്പാർക്സ് നേരത്തെ അദ്ദേഹത്തിനുണ്ടായിരുന്നല്ലോ ദേഹത്ത്, അത് ബ്ലൂ സ്പാർക്സ് ആയിരുന്നു. ഇപ്പോൾ ഈ റെഡ് ലൈറ്റ്, ചുമന്ന ലൈറ്റിൽ നിന്ന് നിറയെ സ്പാർക്സ് വെളി വന്ന് ഈ ലോകം മുഴുക്ക അത് പരവുന്നു. ഇതൊക്കെ ഇദ്ദേഹത്തിന് നടക്കുന്ന സംഭവങ്ങളാണ്. പിന്നെ അതൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പം മൈ ലെഗ്സ് ഗോട്ട് അൺലോക്ക്ഡ്, കാലൊക്കെ ഒന്ന് അയഞ്ഞു വന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ അതായത് കോൺഷ്യസ്നെസ് വന്നു. കോൺഷ്യസ്നെസ് വെച്ചാൽ ബോധം തെളിഞ്ഞു, നല്ലപോലെ ബോധം തെളിഞ്ഞു. അപ്പം ദേഹത്തിൻ്റെ ആ ഇറുക്കം ഉണ്ടല്ലോ, ടൈറ്റ്നെസ്, അതൊക്കെ ഒന്ന് മാറി. അങ്ങനെ മാറി വന്നു. പിന്നെ അപ്പോഴത്തേക്ക് അദ്ദേഹം എണ്ണിച്ച് വെളിയിൽ പോയി. റൈറ്റ് സൈഡ് നോക്കുന്നു, ലെഫ്റ്റ് സൈഡ് നോക്കുന്നു. എന്ന് വെച്ചാൽ റൈറ്റ് സൈഡ് ഒരു മാവുണ്ട്, ലെഫ്റ്റ് സൈഡ് ഒരു മാവുണ്ട്. അപ്പോൾ രണ്ടിനെയും നോക്കുന്നു. വെളിയിലത്തെ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്, അന്തരീക്ഷം എന്ന് പറയുന്നത് വളരെ നിശബ്ദമായിട്ടിരിക്കുന്നു, കാമായിട്ട് ശാന്തതയോടെ ഇരിക്കുന്നു. തിരിച്ചും ഇദ്ദേഹം അകത്ത് പോയി, കുടിലിനകത്ത് പോയി കണ്ണടച്ചപ്പം ദ റെഡ് ലൈറ്റ് വാസ് ദെയർ ആസ് ബിഫോർ ആൻഡ് വെൻറ്റ് ഔട്ട്സൈഡ് അഗൈൻ, ബട്ട് ദെർ വാസ് നത്തിങ് ദെയർ. ദ റെഡ് ലൈറ്റ് വാസ് ദെയർ ആസ് ബിഫോർ, ഐ ഓപ്പൺഡ് മൈ ഐസ് ആൻഡ് വെൻറ്റ് ഔട്ട്സൈഡ് അഗെയിൻ. ആ റെഡ് ലൈറ്റ്, നേരത്തെ കണ്ട റെഡ് ലൈറ്റ് ഉണ്ടല്ലോ, അത് അവിടെ തന്നെ ഉണ്ട്. അത് മാത്രമല്ല, അപ്പം തിരിച്ചും കണ്ണ് തുറന്നു, വെളിയിൽ പോയി. വെളിയിൽ ഒന്നുമില്ല. നേരത്തെ കരിമ്പ് പാടമൊക്കെ കത്തുന്ന പോലെയൊക്കെയാണ് ഇദ്ദേഹം കണ്ടത്. ഇപ്പം എല്ലാം ശാന്തമായി, ഒന്നുമില്ല, നിശബ്ദം. അപ്പോഴത്തേക്കേ ഒരുപാട് രാത്രിയായി, മിഡ് നൈറ്റൊക്കെ ആയി. ഇദ്ദേഹത്തിന് ഉറങ്ങണമെന്നുണ്ട്, ഉറങ്ങാൻ വയ്യ, തല ഭാരമായിരിക്കുന്നു. നേരം വെളുക്കുന്നവരെ 4 മണിവരെ ഇങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. ഉറങ്ങിയില്ല അദ്ദേഹം ഉറങ്ങിയില്ല. അങ്ങേരെന്ന് പറയരുത്, അദ്ദേഹം ഉറങ്ങിയില്ല. പിന്നെ 4 മണിക്ക് എണീച്ച് കുളിച്ചിട്ട് അതേ ലോട്ടസ് പോസ്ചർ, പദ്മാസനത്തിൽ ഇരുന്നു. ഗുരുവിനെ വിചാരിച്ച് ധ്യാനിക്കാൻ തുടങ്ങി. അങ്ങനെ ധ്യാനിച്ചപ്പം കംപ്ലീറ്റായിട്ട് ഉള്ളിലോട്ട് അങ്ങ് വലിയുക. ദേഹം, ഈ പദ്മാസനത്തിലിരിക്കുന്ന ദേഹം ഇങ്ങനെ ആടാൻ തുടങ്ങുന്നു. മൂലാധാരത്തിൽ വേദന അനുഭവപ്പെടുന്നു. ഹാർട്ട് സ്പേസ് എന്ന് പറഞ്ഞാൽ അനാഹത ചക്രത്തിൽ നിന്ന് ഒരു ലൈറ്റ് ഇങ്ങനെ വെളി വരുന്നു. അനാഹത ചക്രത്തിൽ നിന്ന് വന്ന ലൈറ്റ് കണ്ടപ്പം ഇദ്ദേഹത്തിന് മനസ്സിനൊരു ശാന്തത ഉണ്ടായി, സന്തോഷമുണ്ടായി. അതാണ് ഈ അനാഹത ചക്രത്തിൻ്റെ പ്രത്യേകത. അനാഹത ചക്രം നമുക്കെല്ലാം ആക്ടിവേറ്റ് ആയാൽ പിന്നെ ഈ മറ്റവരുടെ പുറത്തുള്ള ദേഷ്യം, ദ്വേഷം, വെറുപ്പ് അതെല്ലാം അങ്ങ് മാറും. ലോകമേ എൻ്റേതാണ്, ലോകത്തിലുള്ള എല്ലാവരും എൻ്റെയാണ്, ഞാൻ ലോകത്തോട് അങ്ങ് അലിഞ്ഞു ചേരും, ലോകം എന്നിൽ അലിഞ്ഞു ചേരും. അങ്ങനത്തെ ഒരു ഫീലിംഗ് കൊണ്ടുവരുന്നതാണ് ഈ അനാഹത ചക്രം ആക്ടിവേറ്റ് ആയാലുള്ളത്. ആ അനുഭവം ഇദ്ദേഹത്തിന് ഇവിടെ വരുന്നു. പിന്നെ അങ്ങനെ ഇങ്ങനെ ഗുരുവോം നമ്മളും ചിലപ്പം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ നമുക്ക് ബോധം കെട്ടല്ല,
നമ്മൾ വിചാരിക്കാതെ തന്നെ നമ്മൾ കുറച്ച് ഈ മന്ത്രങ്ങളൊക്കെ ജപിക്കുമ്പോഴേ ആദ്യമൊക്കെ നമ്മൾ കോൺഷ്യസ് ആയിട്ട് കൈയൊക്കെ എണ്ണി നമ്പറൊക്കെ എണ്ണിയൊക്കെ ചെയ്യും. പിന്നെ 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 കണ്ണടച്ച് ചെയ്യുമ്പോഴേ നമ്മൾ വാട്ടിനിങ്ങനെ ഈവൻ ലളിതാ സഹസ്രനാമം പഠിക്കുമ്പോൾ കൂടെ എനിക്കങ്ങനെ വരും. ഇങ്ങനെ നമ്മളെ അറിയാണ്ട് ഇങ്ങനെ കസേരയിൽ തറയിരുന്നാലും ദേഹം പാട്ടിനിങ്ങനെ ആടിയാടിയിരിക്കും, മനസ്സ് ഉള്ളിൽ ചൊല്ലിക്കൊണ്ടിരിക്കും. അങ്ങനത്തെ ഒരു അനുഭവമാണ് ഇദ്ദേഹത്തിന് വന്നത്. ഗുരു ഓം എന്ന് പറഞ്ഞു. പിന്നെ ദ മെഡിറ്റേഷൻ വെൻറ്റ് ഓൺ ഫോർ an hour and a half, 1.5 മണിക്കൂർ അദ്ദേഹം നല്ല രീതിയിൽ മെഡിറ്റേറ്റ് ചെയ്തു. ആൻഡ് ദെൻ എ ന്യൂ പ്രോസസ് ബിഗാൻ. വേറെ ഒരു അനുഭവം. രാത്രിയൊക്കെ ഇത്രയും ഷുഗർ കെയിൻ്റെ പാടം കത്തിയതും അദ്ദേഹത്തിനെ ചുറ്റി തീ ജ്വാല വന്നതും ഇതൊക്കെ കണ്ട് ഉറങ്ങാൻ വയ്യ അദ്ദേഹത്തിന്. അങ്ങനെയാണ് ഒരുവിധം രാവിലെ എണ്ണിച്ച് മെഡിറ്റേറ്റ് ചെയ്തത്. 1.5 മണിക്കൂർ മെഡിറ്റേറ്റ് ചെയ്തപ്പം അടുത്തത് അത് ഇനി വിചിത്രമായിട്ടുള്ള കാര്യങ്ങളാണ്. അദ്ദേഹത്തിന് ഈ ക്യാമലില്ലേ, ഒട്ടകത്തിൻ്റെ കൂട്ട് സൗണ്ട് ഉണ്ടാക്കുന്നു. ഒട്ടകത്തിൻ്റെയും പുലിയുടെ കൂട്ട്, റോറിങ് ഓഫ് ദ ടൈഗർ. ഈ ഒട്ടകം ഉണ്ടാക്കുന്ന സൗണ്ട്, പിന്നെ പുലി ഉണ്ടാക്കുന്ന സൗണ്ട്, അങ്ങനെ മാറി മാറി ഇദ്ദേഹം സൗണ്ട് ഉണ്ടാക്കുക. അദ്ദേഹത്തിൻ്റെ തൊണ്ടയിൽ നിന്ന് സൗണ്ട് വരുന്നു, ഭയങ്കര ശബ്ദത്തിൽ കേൾക്കുന്നു, അദ്ദേഹത്തിനെ കേൾക്കാൻ പറ്റുന്നു. For the people around actually thought that a tiger had gotten into the sugarcane field. ഇദ്ദേഹം ഈ പുലിയുടെ കൂട്ട് ശബ്ദമിട്ട് അദ്ദേഹത്തിൻ്റെ ഹട്ടിൽ മാത്രമല്ല വെളിയിൽ ഭയങ്കരമായിട്ട് അത് ശബ്ദം കേൾക്കുന്നു. അപ്പോൾ ആൾക്കാർ ആ ശബ്ദം കേട്ടപ്പോൾ എന്താ വിചാരിച്ചെന്നോ, ഈ കരിമ്പ് വയലിൽ ഏതോ പുലി വന്നു എന്ന് വിചാരിച്ചു. അത്രയ്ക്ക് സൗണ്ടിലാണ് ഇദ്ദേഹം ശബ്ദം പുറപ്പെടുപ്പിക്കുന്നത് തൊണ്ടയിൽ നിന്ന്. നല്ല ഉറക്കെയാണ് ഇദ്ദേഹം കത്തിയിരിക്കുന്നത്. ദെൻ പിന്നെ ദ ഇമ്പൾസ് ഓഫ് ദിസ് ക്രിയ ലാസ്റ്റഡ് ഓൺലി എ ലിറ്റിൽ വൈൽ. പക്ഷേ ഇത് കുറച്ച് നേരമേ നീടിച്ച് നിന്നുള്ളൂ. ദെൻ ഐ വാസ് ക്വയറ്റ്. പിന്നെ അങ്ങ് ശാന്തമായി. അപ്പം 1.5 മണിക്കൂർ മെഡിറ്റേഷൻ കഴിഞ്ഞപ്പം വീണ്ടും ഈ പഴയ കാര്യങ്ങളൊക്കെ വെളി വരുന്നു. അതായത് ഒട്ടകത്തിൻ്റെ കൂട്ട് ശബ്ദം കേടുന്നു, പുലിയുടെ കൂട്ട് ശബ്ദിക്കുന്നു, ഭയങ്കര ശബ്ദത്തിൽ കത്തുന്നു. അപ്പം ആൾക്കാരെ അയ്യോ ഇത് ഏതോ പുലി വന്നല്ലോ എന്നുള്ള അപ്പം നാട്ടിലുള്ള ആൾക്കാരൊക്കെ കേട്ടിരിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ ശബ്ദം. അതാണ് അവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. ഓക്കെ. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് പക്ഷേ ഈ ശബ്ദം പുറപ്പെടുപ്പിക്കുന്നതൊക്കെ കുറച്ച് നേരമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അദ്ദേഹം ശാന്തമായി മെഡിറ്റേഷനൊക്കെ നിർത്തി എണ്ണിച്ചപ്പം ദേഹം മുഴുക്ക വേദന, ഒരു മരക്കട്ടയുടെ കൂട്ട് സ്റ്റിഫായിട്ട് അനങ്ങാനേ പറ്റാത്ത രീതിയിൽ അദ്ദേഹത്തിൻ്റെ ദേഹം ആയിട്ടുണ്ട്. പിന്നെ ബോധം നല്ല കോൺഷ്യസ്നെസ് വന്നു. ആ സ്ഥലത്തിൻ്റെ സ്വന്തക്കാരൻ വന്നു, ലാൻഡ് ലോർഡ് വന്നിട്ട് അവിടെ വിളക്കെല്ലാം കത്തിച്ച് വെച്ച് ചന്ദനത്തിനെയും ധൂപമൊക്കെ കത്തിച്ച് വെച്ചിട്ട് അദ്ദേഹം ചോദിക്കുക, ബാബാജി, അതായത് ആ ലാൻഡ് ലോർഡ്, ആ സ്ഥലത്തിൻ്റെ സ്വന്തക്കാരൻ സ്വാമി മുക്താനന്ദ എടുത്ത് ചോദിക്കുന്നു, ബാബാജി ഇന്ന് രാവിലെ എന്തോ ആയിരുന്നു? ഇതുവരെ ലോകത്ത് നടക്കാത്ത സംഗതികളെല്ലാം ഇന്ന് രാവിലെ ഞങ്ങൾ കേട്ടു. പക്ഷെ ഇവിടെ വന്ന് നോക്കിയപ്പം താങ്കൾ മെഡിറ്റേഷനിലായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടതുണ്ടല്ലോ, ഒരു പുലി കയറി, നമ്മുടെ വയലിൽ പുലി കയറി എന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. പിന്നെ സത്യം ബാബാജി, ഞാൻ ആ വയലിൽ അപ്പം നിന്നുകൊണ്ടിരുന്നു, അതുകൊണ്ട് എനിക്കറിയാം. ആൻഡ് ഫോർ ഓവർ ഹാഫ് ആൻ അവർ, ഒരു അരമണിക്കൂർ ആ പുലിയുടെ ശബ്ദം കേട്ടുകൊണ്ടിരുന്നു. ശരിക്കും ഞാൻ പുലിയുടെ ശബ്ദമാണ് കേട്ടത്, ഞാനാണ് കേട്ടത് ബാബാജി. വാട്ട് ഈസ് ഹാപ്പനിങ്, എന്തുവായി ഇവിടെയൊക്കെ നടക്കുന്നേ? ഒന്ന് ഭയങ്കര അത്ഭുതമായിട്ട് പറയുന്നു. അപ്പോഴത്തേക്ക് പക്ഷേ സ്വാമി മുക്താനന്ദ ഒന്നും പറഞ്ഞില്ല.
ഞാനാണ് ശബ്ദം ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ എൻ്റെ മെഡിറ്റേഷൻ സമയത്ത് വന്ന ശബ്ദമാണ്, അങ്ങനെയൊന്നും മിണ്ടരുത്. ഈ സമയത്തൊക്കെ നമ്മളൊന്നും പറയാൻ പോകരുത്. മൗനം വിദ്വാനുഭൂഷണം. അതെ ഞാൻ ചോദിച്ചേ, നിങ്ങൾ കേട്ടോ, നിങ്ങൾ പേടിച്ചോ? നോ കമൻറ്റ്സ്. അദ്ദേഹം ലാൻഡ് ലോർഡ് അദ്ദേഹത്തിൻ്റെ അനുഭവത്തിനെ വന്ന് പറയുന്നു. ഇദ്ദേഹം അറിയാം ഉള്ളിൽ അദ്ദേഹമാണ് ഈ സൗണ്ട് പുറപ്പെടുപ്പിച്ചതെന്ന്, എന്നാലും ഒന്നും മിണ്ടാതിരുന്നു. പിന്നെ ഒരു ചൂടായിട്ടെന്തോ പാല് കുടിച്ചു. ബട്ട് ടുഡേ ഹി മെയ്ഡ് മീ, നല്ല ചൂടായിട്ട് തന്നെ പാല് കൊടുത്തു. ഹി വുഡ് ഹവ് സെഡ് ദാറ്റ് ഐ വാസ് മാഡ്, സോ ഐ സെഡ് നത്തിങ്. അതാണ് അതിൻ്റെ അർത്ഥം. അതായത് ഇതേ സ്വാമി മുക്താനന്ദ ഞാനാണ് ശബ്ദം ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ എൻ്റെ മെഡിറ്റേഷനിൽ ഇരിക്കുമ്പോൾ അങ്ങനെ വന്ന ശബ്ദമാണ് എന്നൊക്കെ പറഞ്ഞാൽ മുക്താനന്ദ പറഞ്ഞാൽ പോലും ആളുകൾ അതിനെ വിശ്വസിക്കത്തില്ല. അപ്പോൾ ലാൻഡ് ലോർഡ് ഇതൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ മുക്താനന്ദ മൗനമം പാലിച്ചു. പിന്നെ ഐ ഹാഡ് നെയ്തർ ഹേർഡ് നോർ റെഡ് അബൌട്ട് സച്ച് എ സ്റ്റേറ്റ്. I had only heard pompous talk about Vedanta and explanations of these verses. അതായത് ഇങ്ങനെയൊക്കെ ആർക്കും അനുഭവം വന്നതുപോലെ ഞാൻ എവിടെയും വായിച്ചിട്ടുമില്ല, കേട്ടിട്ടുമില്ല. അങ്ങനത്തെ കാര്യങ്ങളാണ് എനിക്ക് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു. പിന്നെ ഒരു മാവിലെ ഒരു ഊഞ്ഞാൽ തൂക്കിയിട്ടിട്ടുണ്ട്. ആ ഊഞ്ഞാലിൽ പോയിരുന്നു. ആ ഊഞ്ഞാലിലിരിക്കുന്നത്, ഈ മാവിൻ്റെ കൂടെ സംസാരിക്കുന്നത്, മാവിൻ്റെ നിഴലത്ത് കിടക്കുന്നത്, ഇരിക്കുന്നത്, നടക്കുന്നത്, ഇതൊക്കെ മുക്താനന്ദയ്ക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം ബാബുറാവ് ഉണ്ടല്ലോ, രാത്രി കിടക്കാൻ വരുന്ന കൂട്ടുകാരൻ, അയാൾ രാവിലെ വന്നു. അയാളിങ്ങനെ ചിരിച്ചുകൊണ്ട് വരുന്നു. എന്താ രാത്രി മരിക്കും അല്ലെങ്കിൽ ഭ്രാന്തനാകുമെന്ന് പറഞ്ഞല്ലോ. അപ്പം അദ്ദേഹത്തിന് മുക്താനന്ദയെ മുഴുവനെ കണ്ടപ്പം ഭയങ്കര സന്തോഷം. ഓക്കെ. പിന്നെ വേറെ ഒരാൾ വന്നു, കുടിലിനെ തൂക്കാൻ തുടങ്ങി. അപ്പം ബാബു ചോദിക്കുന്നു, നിങ്ങൾക്ക് എങ്ങനെയുണ്ട്? നിങ്ങൾ മരിച്ചു പോകും അല്ലെങ്കിൽ ഭ്രാന്തനാകും എന്നൊക്കെ പറഞ്ഞല്ലോ. ഞാൻ ഒരുപാട് ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു, നിങ്ങൾക്കൊന്നും സംഭവിക്കരുത് എന്ന് പ്രാർത്ഥിച്ചു. അപ്പം അദ്ദേഹം ചോദിച്ചു, എന്തുകൊണ്ടാണ് ഒന്നും സംഭവിച്ചില്ല എന്ന് നിങ്ങൾ പറയുന്നത്? എല്ലാം നടന്നു. മരണം എന്നെ വന്ന് സമീപിച്ചു. ഇന്നലെ രാത്രി മരണം എന്നെ വന്ന് സമീപിച്ചു. ലോകം മുഴുക്കെ തീയിലായിരുന്നു. മൊത്തം ലോകവും തീയിൽ കത്തിത്തീരുമായിരുന്നു. പിന്നെ ലോകം മുഴുക്ക, ഈ ഭൂമി മുഴുവനും വെള്ളമായിരുന്നു. അപ്പം വെള്ളമായിരിക്കുന്നു. പിന്നെ തീ, ശരിക്കും പറഞ്ഞാൽ തീയും വെള്ളവും ഒരു സ്ഥലത്ത് ഇരിക്കത്തില്ല. വെള്ളം ഉണ്ടെങ്കിൽ തീ പിടിക്കത്തില്ല, അല്ലെങ്കിൽ തീ പിടിക്കുമ്പം വെള്ളം ഒഴിച്ചാൽ അതണയും. ഇദ്ദേഹം രണ്ടും ഒരേ സമയത്ത് കാണുന്നു. ഞാൻ മാത്രം രക്ഷപ്പെട്ടുടേ എന്ന് പറയുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. നിനക്ക് അറിഞ്ഞൂടാ, ഞാൻ പറഞ്ഞാൽ ഒന്നും, ഞാൻ വിവരിച്ചാലും നിനക്ക് മനസ്സിലാവത്തില്ല. ഞാൻ ഭ്രാന്താണ്, ഞാനിപ്പം ഭ്രാന്തനായി. ബട്ട് ഇൻസൈഡ് ഐ എം ക്രേസി എന്ന് വെച്ചാൽ ഭ്രാന്താണ്. ഞാൻ അകത്ത് ഭ്രാന്തനായി. വെളിയിലിങ്ങനെ എന്നെ മുഴുവനെ നീ കണ്ടാലും അകത്ത് കോളറാണ് എന്ന് പറയുന്നു, എല്ലാം തകരാറാണ് എന്നുള്ള രീതിയിൽ പറയുന്നു. വെളിയിൽ നിനക്ക് കണ്ടാൽ മനസ്സിലാവുന്നില്ല, പക്ഷേ അകത്ത് ഭയങ്കര പ്രശ്നങ്ങളാണ് എന്ന് പറയുന്നു. അപ്പോഴത്തേക്ക് ഒരു തമ്പൂര എടുത്തുകൊണ്ട് വന്ന് ബാബുറാവ് ഒരു തമ്പൂര എടുത്തുകൊണ്ട് വന്ന് വെളിയിലിരുന്ന് ഇങ്ങനെ മീട്ടിക്കൊണ്ടിരിക്കുന്നു, പാട്ട് പാടുന്നു. അതായത് സ്വാമി മുക്താനന്ദയ്ക്ക് ഏതോ കുറച്ച് പ്രശ്നങ്ങളുണ്ട് എന്ന് ബാബുറാവിന് മനസ്സിലായി. അപ്പം അദ്ദേഹത്തിനെ ശാന്തപ്പെടുത്താനാണ് ഇങ്ങനെയൊക്കെ നോക്കുന്നത്. പാട്ടൊക്കെ പാടുന്നു അങ്ങനെ. അപ്പോഴത്തേക്ക് ഈ പാട്ടൊക്കെ കേട്ടപ്പോഴത്തേക്ക് മുക്താനന്ദയ്ക്ക് കുറച്ച് ഒരു സമാധാനം കിട്ടി. അത് പാട്ടിലെ അർത്ഥം എന്തുവാന്ന് പറഞ്ഞാൽ, നീ നിന്നെ ഓർത്തിരിക്കെ, നിന്നെ മനസ്സിലാക്കാൻ പഠി. ഈ ബർത്ത് ഡെത്ത് സൈക്കിളിൽ നിന്ന് നീ വെളി വരാൻ നോക്ക്.
നീ എന്ന് പറയുന്നത് നീ പരമാത്മായാണ്. നിന്നകത്ത് ഉള്ളത് ജീവാത്മ. ആ ജീവാത്മ എന്നുള്ളത് പരമാത്മാവിൻ്റെ ഒരു ചെറിയ ഭാഗമാണ്. അപ്പം നിന്നുള്ളിൽ നിനക്ക് സമാധാനം വേണം. നീ ഉള്ളിലോട്ട് തിരിഞ്ഞു നോക്ക്, അകത്തോട്ട് തിരിഞ്ഞു നോക്ക്. അതാണ് നിൻ്റെ ജോലി. അതായത് നീ മനുഷ്യജന്മം എടുത്തതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അതാണ്. ഈ ദേഹത്തോടോ അല്ലെങ്കിൽ വേറെ ലൗകിക കാര്യങ്ങളോടോ നീ അറ്റാച്ച്ഡായിട്ട് ഇരിക്കാതെ എന്നുള്ള അർത്ഥം വരുന്ന പാട്ടൊക്കെ പാടി. ബാബുറാവ് പാടി തമ്പൂരായും വെച്ച് ഇങ്ങനെ മീട്ടിക്കൊണ്ട് പാട്ടൊക്കെ പാടി. അപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന് കുറച്ച് മനസ്സൊന്ന് ശാന്തമായി. പിന്നെ ദേഹം കിടന്ന് തിരിച്ചും ട്വിസ്റ്റാകാൻ നോക്കി ദേഹം. ഉടനെ ഇദ്ദേഹം കുടിലിനകത്ത് പോയി ഉടനെ ഇരുന്ന് ധ്യാനിക്കാൻ തുടങ്ങി. അപ്പം നൗ ഇറ്റ് വാസ് നോട്ട് ഐ ഹൂ മെഡിറ്റേറ്റഡ്, മെഡിറ്റേഷൻ ഫോഴ്സ്ഡ് ഇറ്റ് സെൽഫ് ഓൺ മീ. അപ്പോൾ ഇദ്ദേഹം പോയി ഇരുന്നപ്പം ഇദ്ദേഹവും മെഡിറ്റേഷനൊന്നും ചെയ്തില്ല. മെഡിറ്റേഷൻ തന്നെത്താനെ അദ്ദേഹത്തിന് സംഭവിച്ചു. ഇതാണ് ഞാൻ അന്നേ മെഡിറ്റേഷനിലും പറഞ്ഞത്. ഞാൻ എൻ്റെ വീഡിയോയിൽ തിരിച്ചു പോയി കേട്ട് മനസ്സിലാകും. ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അതായത് ഞാൻ മെഡിറ്റേഷൻ ചെയ്യുന്നു. നീ എത്ര മണിക്കൂർ മെഡിറ്റേഷൻ ചെയ്തു? ഞാൻ ഇന്ന് അരമണിക്കൂർ ചെയ്തു. ഞാൻ ഇന്ന് 1 മണിക്കൂർ ചെയ്തു. ഞാൻ ഇന്ന് 3 മണിക്കൂർ ചെയ്തു. നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാനൊന്നുമില്ല. ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ്. അത് മനസ്സിൻ്റെ ഒരു നിലപാട്. അത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. നമുക്ക് ചെയ്യാനൊക്കുന്നതെന്ന് പറഞ്ഞാൽ മെഡിറ്റേഷന് വേണ്ടി ഇരിക്കുക. അതിനുള്ള തയ്യാറെടുപ്പിൻ്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്ത് നമ്മൾ മെഡിറ്റേഷന് വേണ്ടി ഇരുന്ന് കൊടുത്താൽ മതി. മെഡിറ്റേഷൻ തന്നെത്താനെ നടക്കും. ഇപ്പം ഭഗവാൻ മുക്താനന്ദയ്ക്ക് നടന്നത് അതാണ്. തന്നെത്താനെ മെഡിറ്റേഷൻ നടക്കുന്നു. അല്ലെങ്കിൽ ഇദ്ദേഹം എന്താ ചെയ്യും? ഗുരു ഓം എന്ന് പറയും. മനസ്സിൽ ഗുരുവിൻ്റെ ബിംബം കൊണ്ടുവരും. അതൊന്നും ഇദ്ദേഹം ചെയ്തില്ല. അതിനു മുമ്പേ മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിലോട്ട് ഇദ്ദേഹം പോയി. മെഡിറ്റേഷൻ സ്റ്റാർട്ടഡ്. പിന്നെ തന്നെത്താനെ ഇത് നടന്നു. അദ്ദേഹം ഇരുന്ന് ഗുരുവിനെയൊക്കെ വിചാരിക്കുന്നതിന് മുമ്പേ ഓട്ടോമാറ്റിക്കായിട്ട് ആ മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിലോട്ട് ഇദ്ദേഹം ഉന്തിത്തള്ളപ്പെട്ടു, അങ്ങനെ വേണം പറയാൻ. പക്ഷേ അതുമാത്രമല്ല, ഇറ്റ് വാസ് ഓൾ ഇൻ ദ ജോയിൻറ്റ്സ് ഓഫ് മൈ ബോഡി. അതായത് ദേഹത്തിലുള്ള ഓരോ സന്ധിയിലും ആ മെഡിറ്റേഷൻ്റെ അനുഭവപ്പെടുന്നു. ദേഹത്തിലുള്ള ബ്ലഡ് സെൽസ് ഓടുന്നുണ്ടല്ലോ, അതിനെല്ലാം കൂടെ ജീവൻ വന്ന പോലെ എന്തൊക്കെയോ പുതിയ പുതിയ അനുഭവങ്ങൾ അദ്ദേഹത്തിന് വരുന്നു. പ്രാണ, ഓൾ ദ ബ്ലഡ് സെൽസ് ഇൻ മൈ ബോഡി വെയർ സ്പിന്നിങ് എന്ന് വെച്ചാൽ ഇങ്ങനെ കറങ്ങുക. നമുക്കിപ്പം നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്നു, കോൺഷ്യസോടെ ഇരിക്കുന്നു, പഠിക്കുന്നു, ചിരിക്കുന്നു, സംസാരിക്കുന്നു, കേൾക്കുന്നു. എന്നാലും നമ്മളുടെ ആർട്ടറി എവിടെ, ബ്ലഡ് വെസൽ എത്ര ഓടുന്നു, അതിനകത്ത് ബ്ലഡ് എങ്ങനെ ഓടുന്നു, എവിടെ ആർട്ടറി ഉള്ളത്, എവിടെ വെയിൻ ഉള്ളത്, ഏതാ നരമ്പ്, ഏതാ നാഡി, നമുക്കൊന്നും അറിഞ്ഞുകൂടാ. നമുക്ക് കൈയും കാലും വെളിയിൽ കാണുന്ന പുറമേ ഉള്ളതേ അറിയാവൂ. അകത്ത് വയറെങ്ങനെ ഉണ്ട്, ലിവർ എങ്ങനെ ഉണ്ട്, ഇൻറ്റസ്റ്റൈൻ എങ്ങനെ ഉണ്ട്, നമ്മൾ കണ്ടിട്ടില്ല, നമുക്കത് ഫീലാവുന്നുമില്ല. പക്ഷേ ദേഹത്തിനകത്ത് നടക്കുന്ന ഇതുമെല്ലാം മനസ്സിലാവുന്നു. അങ്ങനെ ബ്ലഡിലുള്ള ഓരോ RBC WBC എന്നൊക്കെ പറയത്തില്ലേ, അതെല്ലാം കിടന്നിങ്ങനെ കറങ്ങുന്നു. പിന്നെ ദെൻ സഡൻലി എ റെഡ് ലൈറ്റ് കെയിം ബിഫോർ മീ. ഈ ലൈറ്റ് വരുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം പിന്നെയും പറയുന്നുണ്ട്, റെഡ് ലൈറ്റ് വരുന്നു, ബ്ലൂ ലൈറ്റ് വരുന്നു. അതൊക്കെ വളരെ സത്യസന്ധമായിട്ട് എഴുതിയിട്ടുണ്ട്. അത് വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഞാനിങ്ങനെ ആലോചിക്കും, നമുക്കൊക്കെ ഏത് ജന്മത്താണ് ഇങ്ങനെയൊക്കെ വരാൻ പോന്നേ. ഇതിനൊക്കെ അർത്ഥം എന്തുവാ? ഗുരുവിൻ്റെ കടാക്ഷമുണ്ട്, ഗുരുവിൻ്റെ അനുഗ്രഹമുണ്ട്, ദൈവ കടാക്ഷമുണ്ട്. നമ്മൾ നല്ല രീതിയിൽ സാധന ചെയ്യുന്നു, നമുക്കും മുക്തി തേടാനുള്ള നമ്മൾ തയ്യാറെടുപ്പിലാണ് ഓൾറെഡി. എന്നാലും ആ മുക്തി ഒക്കെ കിട്ടാറായി വരുന്നു എന്നുള്ളതിൻ്റെയൊക്കെ അടയാളങ്ങളാണ്, സിംറ്റംസാണ് ഇതൊക്കെ. അപ്പോൾ നമുക്കിതൊന്നും അനുഭവപ്പെട്ടിരിക്കുമെന്ന് എനിക്കില്ല. ഇതുവരെ ഇങ്ങനൊന്നും ഒരു അനുഭവങ്ങളൊന്നും എനിക്ക് വന്നിട്ടില്ല. അപ്പം ഒരു റെഡ് ലൈറ്റ് വന്നു. ഇറ്റ് സീം ടു ഹാവ് ബീൻ ലിവിങ് ഇൻസൈഡ് മീ.
ആ റെഡ് ലൈറ്റ് കാണുന്നു ഇദ്ദേഹം. അത് ആ റെഡ് ലൈറ്റ് ഇദ്ദേഹത്തിൻ്റെ ദേഹത്തിനകത്തെ കുറേ വർഷങ്ങളായിട്ട് ഇരുന്ന പോലെ ഒരു തോന്നൽ. ആൻഡ് ഇറ്റ് സീം ടു ഹാവ് ബീൻ ലിവിങ് ഇൻസൈഡ് മീ. ഇറ്റ് വാസ് 2 feet tall ആൻഡ് ഷോൺ ബ്രൈറ്റ്ലി. 2 അടി ഉയരത്തിനുള്ള ചുമന്ന ലൈറ്റ്, 2 അടി ഉയരത്തിനുള്ള ചുമന്ന ലൈറ്റ് നല്ല ബ്രൈറ്റായിട്ടിരിക്കുന്നു. ഐ ക്ലിയർലി സോ മൈസെൽഫ് ബേണിങ്. അതിൽ ആ ചുമന്ന ലൈറ്റിൽ അദ്ദേഹം ഇങ്ങനെ കത്തിത്തീരുന്നത് അങ്ങേർക്ക് കാണാൻ പറ്റുന്നു. ബട്ട് ഐ ഡിഡ് നോട്ട് ഫീൽ ദ ഹീറ്റ് ഓഫ് ദ ഫയർ ഓൺ ദ ഔട്ട്സൈഡ്. പക്ഷേ ദേഹം കത്തിത്തീരുന്നു ആ ചുമന്ന ലൈറ്റിൽ, പക്ഷേ ആ ചൂട് അനുഭവപ്പെടുന്നില്ല. അതേപോലെ ദേഹം ഓരോ പാർട്ടും, ദേഹത്ത് ഓരോ അവയവങ്ങളിലും ഈ പട്ട് പട്ട് പെട്ടെന്ന് ക്രാക്ലിങ് ആൻഡ് പോപ്പിംഗ് സൗണ്ട് വരുന്നു. പോപ്പിംഗ് എന്ന് വെച്ചാൽ എന്തുവാ, ഈ കോണായിട്ട് നമ്മൾ വാങ്ങിച്ച് കുക്കറിലിട്ട് അടച്ച് തീ കത്തിയുമ്പോൾ പെട്ട് പെട്ട് പെട്ടെന്ന് വെടിക്കുന്നില്ല. അതുകൊണ്ടല്ലേ അതിന് പോപ്കോൺ എന്ന് പറഞ്ഞ്. കോൺ വന്ന് ഇങ്ങനെ പോപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് പോപ്കോൺ എന്ന് അതിന് പേര്. ഓക്കെ, അപ്പോഴല്ലേ അത് പൂ പോലെ ഇങ്ങനെ വിരിഞ്ഞ് വരുന്നത്. അതുപോലെ ക്രാക്ലിങ് സൗണ്ട് ഓരോ ഭാഗത്തും, ദേഹത്തിൻ്റെ ഓരോ ഭാഗത്തും ഈ പൊട്ടിക്കുന്ന പോലെ, ഉടയുന്ന പോലെ, ചാടുന്ന പോലെ എന്തൊക്കെയോ അനുഭവങ്ങൾ ഉണ്ടാവുന്നു. അങ്ങനെയൊക്കെ ഉണ്ടായി. പിന്നെ എവറി പാർട്ട് ഓഫ് എമിറ്റിംഗ് ലൗഡ് ക്രാക്ലിംഗ് ആൻഡ് പോപ്പിംഗ് സൗണ്ട്സ്. പിന്നെ അങ്ങനെ മെഡിറ്റേഷനിൽ ലയിച്ചു പോയി. ആ ലൈറ്റിൻ്റെ പുറത്താണ് മെഡിറ്റേഷൻ നടന്നത്. മെഡിറ്റേഷൻ ഓൺ ദ ലൈറ്റ്. പിന്നെ ബട്ട് അറ്റ് ദ സെയിം ടൈം ഐ വാസ് കംപ്ലീറ്റ്ലി കോൺഷ്യസ് ഓഫ് വാട്ട് വാസ് ഹാപ്പനിങ് ഇൻസൈഡ് മീ. ആ ലൈറ്റിനെ തന്നെ ഇദ്ദേഹം ധ്യാനം ചെയ്യാൻ തുടങ്ങി. അതുമാത്രമല്ല, അകത്ത് എന്തൊക്കെ നടക്കുന്നു എന്നുള്ളത് അങ്ങേർക്ക് അദ്ദേഹത്തിന് നന്നായിട്ട് മനസ്സിലാവുന്നു. അപ്പം ദ റെഡ് ഫ്ലെയിംസ് ഓഫ് ദ ഫിയറി ലൈറ്റ് സൂൺ മെയ്ഡ് മീ ഹോട്ട് ഇൻസൈഡ്. അപ്പോൾ ഈ ചുമന്ന ജ്വാലയിലെ കുറേ നേരം ഇരുന്നപ്പം ദേഹത്ത് തന്നെ ചൂട് അനുഭവപ്പെടുന്നു. ദേഹത്തിനകത്ത് ഉള്ളിൽ ചൂട് അനുഭവപ്പെടുന്നു. പിന്നെ തിരിച്ചും ഗുരുവിനെ വിചാരിച്ച് ധ്യാനിക്കാൻ തുടങ്ങി. എല്ലാം കഴിഞ്ഞപ്പം ആ ഏകാന്തതയും ആ സുഖമായിട്ടുള്ള ആ കത്തുന്നതും അതിനകത്ത് അങ്ങനത്തെ ഉള്ള ഫീലിങ്സ് എല്ലാം മാറി. പിന്നെ beneath my friend the mango tree, once I made thing, what is it, how did I see it, once more I began to think. ഇദ്ദേഹം മാവിൻ്റെ ചുവട്ടിൽ കെട്ടിയിട്ടിരിക്കുന്ന ആ ഊഞ്ഞാലിൽ പോയി ഇരുന്നുകൊണ്ട് തിരിച്ചും ഇതെല്ലാം റിക്കലക്ട് ചെയ്ത് നോക്കുന്നു. എന്തൊക്കെയാണ് എനിക്ക് സംഭവിച്ചേ, എന്തുവാ നടന്നത്, എന്തൊക്കെയാണ് നടക്കുന്നത്, ഞാൻ എങ്ങനെ അതിനെ കണ്ടു, എന്തുവാ ഇത് എന്ന് ഇദ്ദേഹം ഇങ്ങനെ ഇരുന്ന് ആലോചിക്കാൻ തുടങ്ങി. ഓക്കെ, അപ്പം ഇത്രയും ആണ് ഞാൻ ഇതിന് ഒരു തനിയായിട്ട് അതിന് ഒരു ഇഫക്റ്റ് കൊടുക്കണമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ അതിനെ തന്നെ ഒരു വീഡിയോ ആയിട്ട് ഇട്ട്. ഇനി ഈ 11ാമത്തെ ചാപ്റ്ററിൽ ഇനിയും കിടക്കുന്നു, ഒരു 4-5 പേജുണ്ട്. അത് വലിയ ഇതായിട്ടല്ല, എനിക്ക് ചുരുക്കി പറയാനുള്ളതേ ഉള്ളൂ. ഇത് അടുത്ത വീഡിയോയിലാകാം. അപ്പം ഇതെല്ലാം കേൾക്കുക. ഇതൊക്കെ കേട്ടിട്ടേ എന്തോ കേൾക്കുന്നു പോട്ടെ, അങ്ങനല്ല നമ്മൾ ഇതിനെ കാണേണ്ടത്. അദ്ദേഹം എങ്ങനെ വിവരിച്ചിരിക്കുന്നോ അതുപോലെ വായിച്ച്, അല്ലെങ്കിൽ എൻ്റെ വീഡിയോയിൽ ഞാൻ അതുകൊണ്ടാണ് ബുക്കേ എടുത്തുകൊണ്ട് വന്നത്. ഇതിൽ ഓരോ ലൈനും തിരിച്ച് എനിക്ക് പകർത്തേണ്ട കാര്യമില്ല, അതിൽ നിന്ന് വായിച്ചേ പറയാമെന്നുള്ളതുകൊണ്ടാണ്. അത്രയ്ക്കാണ് ഒരു പേടി, ഭയം, ലൈറ്റ്, ദേഹത്ത് എന്തൊക്കെ മാറ്റങ്ങൾ നടന്നു എന്ന് അദ്ദേഹം നന്നായിട്ട് വിവരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മെഡിറ്റേഷനിൽ വരുന്ന എക്സ്പീരിയൻസ്. ഓക്കെ, അപ്പം എല്ലാവർക്കും ഇതേപോലെ വരണമെന്നില്ല. ഒരു വേർഡ് ഓഫ് കോഷൻ ഞാൻ തരുവാണ്. മുക്താനന്ദയ്ക്ക് അനുഭവപ്പെട്ട പോലെ നമുക്ക് എല്ലാവർക്കും വരണമെന്ന് ആവശ്യമില്ല. നമ്മളുടെയൊക്കെ വേറെ ഇതായിരിക്കും. ഇതിനെല്ലാം കാരണം കർമ്മമാണ്. ഓക്കെ, ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ചോദിച്ചിരുന്ന പോലെ എന്തുകൊണ്ടാണ് ഈ ക്രാക്ലിംഗ് സൗണ്ട്, ഈ പൊട്ടി തെറിക്കുന്നു ദേഹത്തിനകത്ത്, എല്ലാം കത്തിത്തീരുന്നു എന്ന് പറയുന്നതൊക്കെ എന്തുവാ? എന്നെ സംബന്ധിച്ചവരെ ഞാൻ എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ മനസ്സിലാക്കിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഗുരുദേവിൻ്റെ, അതായത് ഭഗവാൻ നിത്യാനന്ദയുടെ അനുഗ്രഹം കൊണ്ട് ദേഹത്തിൽ പണ്ട് തൊട്ട്
അദ്ദേഹത്തിൻ്റെ മനസ്സിലും ദേഹത്തിലും കിടന്ന് അഴുക്കുകളെല്ലാം കത്തിത്തീരുന്നു എന്ന്. ഇപ്പോൾ ഒരു സ്വർണത്തിനെ നല്ല സ്ഫുടവിട്ട് നോക്കിയാലല്ലേ അത് സ്വർണം തിളങ്ങത്തുള്ളൂ. ഈ വൈരക്കല്ലെടുത്താൽ അതിനെ എത്ര പ്രാവശ്യം ഇഴച്ച് അതിനെ കട്ട് ചെയ്യുമ്പോഴാണ് അത് തിളങ്ങുന്നത്. അതുപോലെ മുക്താനന്ദയെ മെഴുക്കിയെടുക്കുന്നു ഗുരുനാഥൻ എന്നുള്ളതാണ്. അപ്പം ദേഹത്തിലുള്ള അഴുക്ക്, നെഗറ്റിവിറ്റി എല്ലാം പോട്ടെ എന്നുള്ളത്. പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി എടുക്കാനുണ്ട്. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വീണ്ടും ഇട്ട് കേൾക്കണം. എന്ന് വെച്ചാൽ ഞാൻ ഇത് 2-3 പ്രാവശ്യം വായിച്ചു. എന്നുവെച്ചാൽ നമുക്കിതുവരെ അങ്ങനെ ഒരു അനുഭവം ഇല്ലല്ലോ. അപ്പം അതും മുക്താനന്ദയ്ക്ക് നമ്മൾ കോടി നമസ്കാരം പറയണം, നന്ദി പറയണം. എന്താണെന്ന് വെച്ചാൽ ഇത്രയും എഴുതി ഒപ്പിക്കാൻ തോന്നിയല്ലോ അദ്ദേഹത്തിന്. ഇങ്ങനൊന്നും ആരും പറയത്തില്ല. അതുമാത്രമല്ല, ഒരുപാട് പേർക്ക് ഈ ഓർക്കാൻ പറ്റത്തില്ല. ഒരുപാട് കാര്യങ്ങൾ അവർക്ക് സംഭവിക്കും, പക്ഷേ ഓർക്കാൻ പറ്റത്തില്ല. ഇദ്ദേഹം നോക്കണം, അങ്ങനെ ഓർത്ത് അങ്ങനെ എഴുതിയിരിക്കുന്നു. അതുകൊണ്ടല്ലേ നമുക്ക് ഇതാണ് ഒരു 3 വർഷത്തിന് മുമ്പേ ഞാൻ വായിച്ചതാണ്. അപ്പോഴേ ഞാൻ വിചാരിച്ചു, അപ്പം ഇങ്ങനെ റിവ്യൂ ചെയ്യണമെന്നോ വീഡിയോ ഇടണമെന്നോ ഒന്നും എനിക്ക് ഐഡിയയേ ഇല്ലായിരുന്നു. സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല. എന്നാലും അതൊക്കെ ഞാൻ ഒരുപാട് അണ്ടർലൈൻ ചെയ്ത് വെച്ചത് എന്തെന്ന് വെച്ചാൽ എനിക്ക് തന്നെ വീണ്ടും എടുത്ത് വായിക്കാമല്ലോ. അല്ലെങ്കിൽ എനിക്ക് എവിടെയെങ്കിലും ഒരു അനുഭവം ഇങ്ങനെ കിട്ടിയാൽ ഈ ബുക്കിനെ നമുക്ക് റെഫറൻസായിട്ട് വെച്ച് ചെയ്യാമല്ലോ എന്നുള്ള ഒരു ഉദ്ദേശമായിരുന്നു അപ്പം. എനിവേ, ഇപ്പം നിങ്ങളെല്ലാവരുടെ കൂടെയും ഇത് പങ്കിടുന്നതിൽ ഒരു ശക്തി എനിക്ക് ദൈവം തന്നതിന് വളരെ ഞാൻ നന്ദി പറയുന്നു. നമുക്ക് ബാക്കിയും കൂടെ അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.